എവ്രിവാൻ. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമിൽ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു തിയറി വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ പറ്റൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ മലയാളം ഫിലിംസും ഇംഗ്ലീഷ് ഫിലിംസും ആണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. അതിൽ വരുന്ന തിയറീസ് ഏതൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ലാഗാക്കണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളൊരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്കിന് റെലവൻസ് ഉണ്ടോ നോക്കണം. ആ ഒരു തിയറി ആയിട്ട് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. പിന്നെ ആ ഒരു സോഴ്സ്, ആ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. ഈ 3 കാര്യങ്ങളാണ് കേട്ടോ നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫിലിംസിലോട്ട് പോവാം. ദൃശ്യം എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് ദൃശ്യം. അതിൽ നമുക്ക് ജെൻഡർ റോൾസ് ആൻഡ് ഫാമിലി എത്തിക്സ് എന്ന് പറയുന്ന തിയറി നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഉയരെ എന്ന് പറയുന്ന മൂവിയിൽ വുമൺ എംപവർമെൻറ്റ് ആൻഡ് റെസൈലൻസ് എന്ന് പറയുന്ന ഇതാണ് വരുന്നത്, അത് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ളത് അത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതിൽ നമുക്ക് മോസ്റ്റ് തിയറീസും അപ്ലൈ ചെയ്യാവുന്നതാണ്. പാട്രിയാർക്കി ആൻഡ് ഡൊമസ്റ്റിക് അപ്രേഷനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ കുമ്പളങ്ങി നൈറ്റ്സിലെ മാസ്കുലിനിറ്റി, ബ്രദർഹുഡ് ആൻഡ് മോഡേൺ റിലേഷൻഷിപ്സ് ഇത് നമുക്ക് തിയറി ആയിട്ട് വയ്ക്കാവുന്നതാണ്. ജല്ലിക്കട്ട്, പോസ്റ്റ് ഹ്യൂമനിസം ആൻഡ് എക്കോളജിക്കൽ റീഡിങ്, മണിച്ചിത്രത്താഴിൽ ഒട്ടുമിക്ക കുറേ തിയറീസ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സൈക്കോളജി, ഐഡൻറ്റിറ്റി ആൻഡ് ഫോക്ലോർ. പിന്നെ വരുന്ന നെക്സ്റ്റ് മൂവിയാണ് ഭൂതകാലം, ട്രോമ ആൻഡ് മെൻ്റൽ ഹെൽത്ത് റെപ്രസെൻറ്റേഷൻ. നമുക്ക് ആ ഒരു തിയറി അപ്ലൈ ചെയ്യാം. മഹേഷിൻ്റെ പ്രതികാരം, സ്മാൾ ടൗൺ ലൈഫ് ആൻഡ് സോഷ്യൽ സറ്റയർ. പിന്നെ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും, റിയലിസം ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. മിന്നാമിനുങ്ങ് എന്ന് പറയുന്ന മലയാളം മൂവിയിൽ ഓർഡിനറി വുമൺ സ്ട്രഗിൾ ഇൻ സൊസൈറ്റി, ജെൻഡർ റോൾസോ ഫെമിനിസമോ ഒക്കെ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയും ഫേമസ് ആയിട്ടുള്ള നമുക്ക് എല്ലാവരും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഫിലിംസാണിത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷ് ഫിലിംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇംഗ്ലീഷ് ഫിലിം എന്ന് പറയുന്നത് പ്രൈഡ് ആൻഡ് പ്രജുഡൈസ് ആണ്. അതിൽ നമുക്ക് ഫെമിനിസം ആൻഡ് ക്ലാസ് എടുക്കാം. ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബേ എന്ന് പറയുന്ന ഫിലിമിൽ അമേരിക്കൻ ഡ്രീം ആൻഡ് സോഷ്യൽ ഇനീക്വാളിറ്റി എടുക്കാം. ജെയിൻ എയർ എന്ന് പറയുന്നത് ഒരു മൂവിയുണ്ട്, അതിൽ ഫെമിനിസം ആൻഡ് ഗോതിക് എലമെൻറ്റ്സ് എടുക്കാം. ഡെഡ് പോയറ്റ്സ് സൊസൈറ്റി എന്നുള്ളതിൽ എഡ്യൂക്കേഷൻ, ഇൻഡിവിജ്വാലിറ്റി ആൻഡ് കൺഫോമിറ്റി എടുക്കാം. ദ ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ എന്ന് പറയുന്നത് ഒരു ഫിലിമും ഉണ്ട്, അതേപോലെ അതിൻ്റെ സീരീസും ഇറങ്ങിയിട്ടുണ്ട്. ജെൻഡർ ആൻഡ് ഡിസ്റ്റോപ്പിയ എന്ന് പറയുന്നത് എടുക്കാം. ഷേക്സ്പിയർ ഇൻ ലവ് എന്നുള്ള ഫിലിമിൽ മെറ്റാ ലിറ്ററേച്ചർ ആൻഡ് ജെൻഡർ എടുക്കാം. ഫ്രാങ്കെൻസ്റ്റൈൻ അഡാപ്റ്റേഷൻസിൽ സയൻസ്, എത്തിക്സ് ആൻഡ് ഹ്യൂമാനിറ്റി എടുക്കാം. ഹാരി പോട്ടർ സീരീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പോസ്റ്റ് കൊളോണിയൽ, ഗോതിക്, ഐഡൻറ്റിറ്റി ഇങ്ങനെയുള്ള തീംസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ലിറ്റിൽ വുമൺ അതിൽ ജെൻഡർ റോൾസ് ആൻഡ് സിസ്റ്റർഹുഡ് നമുക്ക് കാണാം. പിന്നെ ദ കളർ പേർപ്പിൾ, റേസ്, ജെൻഡർ ആൻഡ് അപ്രഷൻ. ഇത്രയും ഫിലിംസാണ് ഉള്ളത് ഇംഗ്ലീഷ് ഫിലിമിലെ. മലയാളം ഫിലിംസിലും ഞാൻ ജസ്റ്റ് ഈസി ആയിട്ടും നമുക്ക് എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ളതും നമുക്ക് സമാധാനമായിട്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ പറ്റുന്ന രീതിക്കുള്ള ടോപ്പിക്സാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ മലയാളത്തിൻ്റെ വേറെ ഏതെങ്കിലും മൂവീസ് വേണമെന്നുണ്ടോ, അതേപോലെ ഇംഗ്ലീഷിൽ വേറെ ഏതെങ്കിലും മൂവീസ് വേണമോ എന്നുള്ളത് നിങ്ങളെന്നാലും കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ വേറെ ടോപ്പിക്സ് നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആവശ്യമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.